നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നടന്നിരുന്നു. ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. പ്രധാനമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ JP നദ്ദ, നിതിൻ ഗഡ്കരി തുടങ്ങിയവരെല്ലാം ഈ ഒരു ചടങ്ങിനായി സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിയിരുന്നു. ഇതിനിടയിൽ വേദിയിൽ ചില നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി ഒരു താക്കീത്, ഒരു പൊട്ടിത്തെറി നടത്തിയിരിക്കുകയാണ്. തമിഴ്നാട് BJP നേതാവും തെലങ്കാന മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജനാണ് താക്കീത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ്. വേദിയിൽ ഏവരെയും വണങ്ങി വരികയായിരുന്നു തമിഴിസൈ. അമിത്ഷായുടെ മുന്നിലെത്തി അദ്ദേഹത്തെ കൈകൂപ്പി തിരിച്ച് അദ്ദേഹവും അഭിവന്ദനം ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം വന്ദനം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന തമിഴിസൈയെ തിരിച്ചു വിളിച്ചാണ് അമിത്ഷാ താക്കീത് നൽകിയത്. അമിത്ഷാ അനിഷ്ടത്തോടെ സംസാരിക്കുന്നതും മാത്രമല്ല വിരൽ ചൂണ്ടുന്നതടക്കമുള്ള കാഴ്ചകളൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം വളരെ അനിഷ്ടത്തോടെയാണ് ഒരു താക്കീത് എന്ന പോലെ സംസാരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP തോറ്റിരുന്നു. ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയ്ക്കെതിരെ തമിഴിസൈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യ ശാസന അമിത്ഷാ നൽകിയിരിക്കുന്നതെന്നാണ് നിഗമനം. തമിഴ്നാട്ടിൽ BJPക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നില്ലെന്നും അണ്ണാമലൈ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നുമായിരുന്നു തമിഴിസൈയുടെ ആരോപണം. ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു വന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെങ്കയ്യ നായിഡുവും അമിത്ഷായും സംസാരിച്ചിരിക്കെ വേദിയിലേക്ക് കടന്നുവന്ന തമിഴിസൈ സൗന്ദരരാജനെ തിരിച്ചു വിളിച്ചാണ് അമിത്ഷാ സംസാരിച്ചതും. അതും സ്നേഹത്തോടെയൊന്നുമല്ല, മറിച്ച് ദേഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. താക്കീതിന്റെ സ്വഭാവത്തിലായിരുന്നു സംസാരമെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിൽ ചെന്നൈ സൗത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന തമിഴിസൈയും പരാജയപ്പെട്ടിരുന്നു. എന്തായാലും നാടകീയമായ സംഭവ വികാസങ്ങൾ, ഒരു പരസ്യമായ താക്കീത് എന്ന രീതിയിലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ പ്രചരിക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും TDP നേതാവ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് രാവിലെ 11:30 നടന്നത്. വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപം കേസരപ്പള്ളി IT പാർക്കിലായിരുന്നു ചടങ്ങ്. ചടങ്ങിൽ ഗവർണർ S. അബ്ദുൾ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, JP നദ്ദ, രാംദാസ് അത്താവലെ, അനുപ്രിയ പട്ടേൽ, ചിരാഗ് പാസ്വാൻ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ജനസേന പാർട്ടി അധ്യക്ഷനും നടനുമായ പവൻ കല്യാൺ സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നരലോകേഷ്, കിഞ്ചാരപ്പു അച്ഛനായിഡു, നട്വേത്വ മനോഹർ, പൊൻഗുരു നാരായണ എന്നിവരും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 175 അംഗ നിയമസഭയിൽ TDPക്ക് 135, ജനസേനയ്ക്ക് 21, BJPക്ക് 8 അംഗങ്ങളാണ് ഉള്ളത്. അതേസമയം ഒഡീഷയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയായി ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാഞ്ചി സത്യപ്രതിജ്ഞ ചെയ്യും. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. കെനോഞ്ചാർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് മാഞ്ചി. 4ാം തവണയാണ് അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തുന്നത്. കനകവർദ്ധൻ സിംഗ് ദിയോ, പ്രവതി പരിത എന്നിവർ ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാകും. ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ 24 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ചാണ് BJP അധികാരം നേടിയത്. 147 അംഗ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 74 സീറ്റുകൾ നേടിയാണ് BJP അട്ടിമറി വിജയം നേടിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.